ലോകത്തെങ്ങും കാണാൻ കഴിയാത്ത വിചിത്രമായ ഒരു സമുദ്ര പ്രതിഭാസമാണ് ഡെവിൾസ് ടീയേഴ്സ് അല്ലെങ്കിൽ ഭൂതത്തിൻ്റെ കണ്ണുനീർ എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ളത്. കടലിലെ കുന്തി നിൽക്കുന്ന ക്ലിഫുകളും ക്ലിഫിനുള്ളിലേക്ക് കടന്നു പോകുന്ന തിരകളും അവിടെ നിന്ന് അതിശക്തമായി തിരിച്ചടിച്ചു വരുന്ന തിരകളും ആകാശത്തേക്ക് ഉയർത്തുന്ന ഒരു മേഘപടലവും എല്ലാം കൂടി ഈ സ്ഥലം വളരെ വ്യത്യസ്തമാണ്. ഒരു പ്രത്യേകത, കല്ലുകൾക്കുള്ളിലേക്ക് ഇടിച്ചു കയറുന്ന തിരമാലകൾ. കല്ലുകൾക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രകൃതിദത്തമായ ഗുഹകൾക്കുള്ളിലേക്ക് ഇടിച്ചു കയറുന്നതും അതിശക്തമായി തിരിച്ച് പുറത്തേക്ക് പ്രവഹിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച ലോകത്ത് മറ്റൊരു സ്ഥലത്തും കാണാനാകാത്ത ഒരു സമുദ്ര പ്രതിഭാസമാണ് ഡെവിൾസ് ടീയേഴ്സ്. പിശാചുക്കൾ കരയാറുണ്ടോ എന്നറിയില്ല. പക്ഷേ പിശാചിൻ്റെ കണ്ണുനീർ ലോകപ്രശസ്തമായ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇന്തോനേഷ്യയിലെ ബാലിക്കടുത്തുള്ള ചെറിയ ദ്വീപായ നുസ ലെംബോങ്കൻ്റെ തെക്കുപടിഞ്ഞാറേ തീരത്തുള്ള അത്ഭുത പ്രതിഭാസമാണ് ഡെവിൾസ് ടീയേഴ്സ്. കടൽ തീരത്തെ പരുക്കൻ പാറക്കെട്ടുകളിൽ തട്ടി മാനത്തേക്കുയരുന്ന കൂറ്റൻ തിരമാലകൾ തീർക്കുന്ന അത്യപൂർവ കാഴ്ചയാണ് ഡെവിൾസ് ടീയേഴ്സ്. സഹസ്രാബ്ദങ്ങളായി കടൽ തുരന്നെടുത്ത കൽത്തുരങ്കങ്ങളിലേക്ക് അടിച്ചു കയറുന്ന കൂറ്റൻ തിരമാലകൾ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതിനെയാണ് ഡെവിൾസ് ടീയേഴ്സ് അഥവാ പിശാചിൻ്റെ കണ്ണുനീറെന്ന് ബാലിക്കാർ വിളിക്കുന്നത്. ഇവിടെ ഈ ക്ലിഫിൻ്റെ അറ്റത്തു നിന്നാൽ കാൽ കീഴിൽ ഭൂമി പ്രകമ്പനം കൊള്ളുന്നതും സാഗരത്തിൻ്റെ രൗദ്രനിശ്വാസവും തീപിടിച്ച കടലിൽ നിന്ന് ആകാശത്തേക്കുയരുന്ന ജലശീകരത്തിൻ്റെ മഹാമേഘങ്ങളെയും അനുഭവിച്ചറിയാനാകും. കടൽ എന്നും കഥകളുടെ മഹാഖനിയാണ്. പണ്ട് കരിമ്പൂതങ്ങൾ ബാലിയെ കീഴടക്കാനെത്തിയത്രേ. ദ്വീപിലെ ദൈവങ്ങൾ അവരെ തുരത്തിയെന്നും കലിയടങ്ങാത്ത ഭൂതങ്ങൾ ഇന്നും തീരത്ത് തലതല്ലി കരയുന്നുവെന്നും ആ കണ്ണുനീരാണത്രേ ഡെവിൾസ് ടീയേഴ്സ് എന്നുമാണ് പ്രാദേശിക വിശ്വാസം. ബാലിനി സംസ്കാരത്തിൽ സമുദ്രം കജാകെലോഡ്, അതായത് പ്രാപഞ്ചിക സമീകരണത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും ലോകസംക്രമണത്തിൻ്റെയും പ്രതീകമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പുരാവൃത്തങ്ങൾ പിശാചിൻ്റെ കണ്ണുനീരിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ലെംബോങ്കൻ ദ്വീപിൻ്റെ തീരത്തെ പാറക്കെട്ടുകളിലേക്ക് ഇടിക്കുന്ന തിരമാലകൾ അലിയിച്ചു തേച്ചു കളഞ്ഞ ചുണ്ണാമ്പുകല്ലിൽ രൂപപ്പെട്ട തുരങ്കങ്ങളിലാണ് ലോകത്തെ ഈ അദ്ഭുത പ്രതിഭാസം സംഭവിക്കുന്നത്. തുരങ്കങ്ങളിലേക്ക് അടിച്ചു കയറുന്ന തിര പിൻവാങ്ങുമ്പോൾ തുടർന്നെത്തുന്ന കൂറ്റൻ തിരമാലകളാണ് ഈ അപൂർവ പ്രതിഭാസത്തിന് കാരണം. സമുദ്രം രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന വേലിയേറ്റ സമയത്ത്, പ്രത്യേകിച്ച് സായന്തനങ്ങളിലാണ് പിശാചിൻ്റെ കണ്ണുനീർ കൂടുതൽ സുന്ദരമാകുന്നത്. ഓരോ തിരയേറ്റത്തിനും ശേഷം ശാന്തമാകുന്ന കടൽ അപ്രതീക്ഷിതമായാണ് കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്. കടലും കരയും തമ്മിൽ അനാദ്യന്തമായ യുദ്ധത്തിലാണെന്ന് തോന്നും ക്ലിഫിൽ നിന്ന് ഈ അത്ഭുത പ്രതിഭാസം കാണുമ്പോൾ. നുസ ലെംബോങ്കൻ ദ്വീപിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഡെവിൾസ് ടീയേഴ്സ്. സുസ്ഥിര ടൂറിസത്തിലൂടെ പ്രാദേശിക സമൂഹത്തിൻ്റെ പ്രധാന ഉപജീവന മാർഗമാണ് പിശാചിൻ്റെ ഈ കണ്ണുനീർ.